പക്ഷിപ്പറവകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില മാതൃകകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പക്ഷിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പൽ. ആ വേഴാമ്പൽ 50 വർഷത്തോളം ജീവിക്കുന്നൊരു പക്ഷിയാണ്. അത് മുട്ടയിടാൻ പ്രായമെത്തിക്കഴിഞ്ഞാൽ മരപ്പൊത്തിൽ അതതിൻ്റെ ചിറകുകൾ വിരിച്ചുകൊണ്ട് കൊഴിച്ചുകൊണ്ട് പാകമായ മെത്തയുണ്ടാക്കി അതിലത് മുട്ടയിടും. ആ മുട്ടയിടാൻ വേണ്ടി പോകുന്ന സമയത്ത് ആൺ വേഴാമ്പൽ അത് കൂടിൻ്റെ പൊത്തിൻ്റെ മുഖഭാഗം അടച്ചു കളയും. ചെറിയൊരു ദ്വാരം മാത്രം ബാക്കി വെക്കും. ആ ദ്വാരത്തിലൂടെ പെൺ വേഴാമ്പലിന് കൊക്കിടാൻ വേണ്ടി മാത്രം ഒരു ചെറിയൊരു ദ്വാരം ഉണ്ടാക്കും. അങ്ങനെ ഏകദേശം മുട്ട വിരിഞ്ഞ് ആ പക്ഷി പുറത്ത് വരുന്നത് വരെ ആ കൂട്ടിൽ ആ പെൺവേഴാമ്പൽ ഏകദേശം 50-55 ദിവസങ്ങളോളം അതിൽ താമസിക്കുന്നതാണ്. ഈ സമയത്ത് ഈ പെൺവേഴാമ്പലിനുള്ള എല്ലാ ഭക്ഷണവും കൊണ്ടുവരുന്നത് ആൺവേഴാമ്പലായിരിക്കും. ആൺവേഴാമ്പൽ രാവിലെ 6:30 മണിക്ക് പറന്നുപോയി ഉച്ചയോടുകൂടി തിരിച്ചു വരുന്നു. പിന്നീട് ഉച്ചവിശ്രമം കഴിഞ്ഞ് വൈകുന്നേരം വരെ വീണ്ടും അധ്വാനിച്ച് കൊണ്ടുവരുന്ന പഴവർഗ്ഗങ്ങൾ മുഴുവനും തൻ്റെ തൊണ്ടയിൽ സൂക്ഷിച്ചു വെച്ച് പുറത്തേക്ക് കൊക്കുകളിടുന്ന ആ തൻ്റെ പ്രിയതമക്ക് പ്രണയാതുരനായി തൻ്റെ കൊക്കിലേക്ക് വെച്ചു കൊടുക്കുന്ന ആൺവേഴാമ്പൽ യാതൊരു വൈഷമ്യങ്ങളുമില്ലാതെ വിഷമതകളുമില്ലാതെ ഈ അധ്വാനം തുടരുകയാണ്. പിന്നീട് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 10-15 ദിവസം ആ പെൺവേഴാമ്പൽ അവിടെ തന്നെ കഴിയുകയാണ്. പിന്നീട് ആ സമയത്തും തൻ്റെ പ്രിയതമയുടെ ഭക്ഷണം ഈ ആൺവേഴാമ്പലിൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ്, ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ആദ്യം പഴവർഗ്ഗങ്ങളാണ് കൊണ്ടുവന്നത് എങ്കിൽ പിന്നീട് തൻ്റെ പ്രിയതമക്ക് കാൽസ്യം കൂടുതൽ വേണമെന്ന് മനസ്സിലാക്കുന്ന ആൺവേഴാമ്പൽ പിന്നെ കൊണ്ടുവരുന്നത് ചെറുജീവികളെയാണ്. പാമ്പ്, എലി പോലെയുള്ള കൊച്ചു ജീവികളെ കൊത്തിയെടുത്തു കൊണ്ടുവന്ന് തൻ്റെ പ്രിയതമക്ക് വേണ്ടി സമ്മാനിക്കുന്നു. അതിനുശേഷം കൂട് സ്വയം തന്നെ കൊത്തി പൊട്ടിച്ച് ആൺവേഴാമ്പൽ പെൺവേഴാമ്പലിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നെയും 10 ദിവസം റെസ്റ്റാണ് അവൾക്ക്. ആ 10 ദിവസവും ഈ കുടുംബത്തിനെ പോറ്റുന്നത് ആൺവേഴാമ്പൽ തന്നെയാണ്. അവൻ കൊണ്ടുപോയി ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. മാത്രവുമല്ല, പെൺവേഴാമ്പൽ ഈ കൂടിൽ താമസിക്കുന്ന സമയത്ത് മുഴുവനും ഇതിൻ്റെ സെക്യൂരിറ്റിയായി ഉറക്കം വിളിച്ചുകൊണ്ട് അടുത്ത മരക്കൊമ്പിൽ ആൺവേഴാമ്പൽ ഉണ്ടാകും. നോക്കണേ, കുടുംബജീവിതത്തിൻ്റെ കേരളീയമായ ഒരു മാതൃകയുടെ പ്രതീകമായിട്ട് നമ്മുടെ സംസ്ഥാന പക്ഷിയായി വേഴാമ്പലിനെ അവതരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ 2.5 മാസത്തോളം തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്ന ഈ ആൺവേഴാമ്പലിനെയും വളരെ സ്നേഹത്തോടു കൂടി അത് സ്വീകരിക്കുന്നു. പിന്നീട് 1 വർഷത്തോളം ആണും പെണ്ണും കൂടിക്കൊണ്ട് തൻ്റെ മക്കളെ പോറ്റി വളർത്തുന്ന ഒരു മാതൃക പടച്ച തമ്പുരാൻ വേഴാമ്പലിലൂടെ നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. നമുക്കും അതിൽ മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതങ്ങൾ ദുനിയാവിൽ അവസാനിക്കേണ്ടതല്ല, അത് ആഖിറത്തിലേക്ക് നീണ്ടുപോകാനുള്ളതാണ്. നമ്മളിവിടെ പ്രിപ്പറേഷൻ മാത്രമാണ്. നമ്മളുണ്ടാക്കുന്ന ഈ മക്കളും ഈ പേരമക്കളും നമ്മുടെ മാതാപിതാക്കളും എല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്ക് ആഖിറത്തിൽ കുടുംബമായിട്ട് ജീവിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം, ദുനിയാവല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ പെർഫെക്ഷൻ, സംതൃപ്തിയുടെ പെർഫെക്ഷൻ, പൂർണ്ണത അത് കൈവരിക്കുന്നത് ആ സ്വർഗത്തിൽ വെച്ചുകൊണ്ടാണ്. നമ്മുടെ പേരമക്കളും കുട്ടികളുമായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള സ്നേഹമസൃണമായ സന്തുഷ്ടകരമായ ഒരു ഫാമിലി ലൈഫ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ദുനിയാവല്ലട്ടോ, ആഖിറമാണ്. അതുകൊണ്ട് കുറേ മക്കളുണ്ടാകണം, വലുതായിരിക്കണം, ഭാര്യ വധൂതായിരിക്കണം, നല്ല സ്നേഹമുള്ളവരും നന്നായിട്ട് പ്രസവിക്കുന്നവരുമായിരിക്കണം. 1-ലോ 2-ലോ പരിമിതപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ പ്രസവിക്കുന്നവരെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ ബന്ധം ജന്നാത്തു ആദിനിൻ, സ്വർഗത്തിലേക്ക് നീണ്ടുപോകണം. യദ്ഖുലൂനഹ, സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം, അവരുടെ സച്ചരിതരായിട്ടുള്ള പിതാക്കന്മാരും, വഅസ്വാജിഹിം, ഇണകളും, വദുരിയാത്തിഹിം, അവരുടെ സന്താനങ്ങളും. സൂറത്ത് റാഅദ് 23. അപ്പോൾ ഈ കുടുംബ ബന്ധം ഇവിടെ അവസാനിക്കേണ്ടതല്ല, ഇവിടെ അതിന് അതിര് വരെ ഇടേണ്ടതല്ല. ഇത് ആഖിറത്തിലേക്കുള്ളതാണ്. നാളെ അവിടുത്തെ കുടുംബജീവിതത്തിനു വേണ്ടി പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ് നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സന്തുഷ്ടകരവും സംതൃപ്തികരവുമായ കുടുംബജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാവട്ടെ. പരസ്പരം കരുണയോടെ, സ്നേഹത്തോടെ, വിശാലമായ മനസ്സോടെ, വിട്ടുവീഴ്ചയോടുകൂടി കുടുംബജീവിതം നയിക്കുവാനും സമൂഹത്തിനും സമുദായത്തിനുമെല്ലാം മാതൃകമാവുന്ന നിലയിലുള്ള റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞ ആ ദുരിയാത്തുകളെയും ഇണകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല